ഫ്രണ്ട്സ്, എല്ലാവരും സന്തോഷമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. ഞാനും തരക്കേടില്ലാതെ പോകുന്നുണ്ട്. അപ്പം എന്റെ പേര് നിങ്ങൾക്ക് അറിയാമെന്ന് വിചാരിക്കുന്നു. എന്റെ പേര് സെറിൻ, ഞാനൊരു ആയുർവേദ ഡോക്ടറാണ്. അപ്പം ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് ഒരുപാട് പേര് ചോദിച്ച ഒരു ക്വസ്റ്റ്യന്റെ ആൻസർ ആയിട്ടാണ് കേട്ടോ. അത് വേറെ ഒന്നുമല്ല, മലബന്ധത്തിനെ കുറിച്ചൊന്ന് പറയോ ഡോക്ടറെ, ഞങ്ങൾക്ക് ഒരുപാട് പേർക്ക് ഇങ്ങനത്തെ പ്രശ്നങ്ങളുണ്ട് എന്ന് പറഞ്ഞതുകൊണ്ട് ഞാൻ ഒട്ടും വൈകിച്ചില്ല, എന്ന ഒരു വീഡിയോ തന്നെ ചെയ്തേക്കാന്ന് വിചാരിച്ചു. അങ്ങനെ ചെയ്താണ് കേട്ടോ ഈ വീഡിയോ. അപ്പൊ എല്ലാവരും ഫുൾ ആയിട്ട് തന്നെ കാണാം. നമ്മൾ ഇതിൽ ഒറ്റമൂലികൾ പറയുന്നുണ്ട്, കാരണങ്ങൾ പറയുന്നുണ്ട്, ലക്ഷണങ്ങൾ പറയുന്നുണ്ട്, ഇനി ഈ മലബന്ധം കൂടെ ഉണ്ടാക്കുന്ന പ്രശ്നങ്ങളെ കുറിച്ച് പറയുന്നുണ്ട്. അപ്പൊ എല്ലാവരും ഡീറ്റെയിൽ ആയിട്ട് കാണാം. ഒറ്റമൂലികളുടെ ഭാഗം കാണുമ്പോൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ കാണാൻ ശ്രമിക്കുക, ഫുൾ ആയിട്ട് തന്നെ കാണാം, അല്ലെങ്കിൽ അതിലെ ഇൻഗ്രീഡിയൻസും ഒന്നും മനസ്സിലാവില്ല കേട്ടോ. അപ്പം ഇനി നമുക്ക് കാരണത്തിലേക്ക് കടക്കാം. മലബന്ധം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിയാലോ എല്ലാവർക്കും, നമുക്ക് വയറ്റിൽ നിന്ന് പോകാനുള്ള ബുദ്ധിമുട്ടിനെയാണ് ഈ കോൺസ്റ്റിപ്പേഷൻ അഥവാ മലബന്ധം എന്നൊക്കെ പറയുന്നത് കേട്ടോ. അപ്പം ഈ കാരണങ്ങളിലേക്ക് കടക്കുകയാണെങ്കിൽ ആദ്യത്തെ പ്രശ്നം വരുന്നത് ജനറ്റിക് ആയിട്ടുള്ള പ്രശ്നങ്ങൾ തന്നെയാണ്. പലവരിലും അവരുടെ അച്ഛനും അമ്മയ്ക്കും അല്ലെങ്കിൽ അപ്പൂപ്പനും അമ്മൂമ്മയ്ക്കും ഒക്കെ ഇങ്ങനത്തെ ബുദ്ധിമുട്ടുകൾ കണ്ടുവരുന്നിട്ടുണ്ട്. അവർക്ക് തന്നെയാണ് അങ്ങനെയുള്ളവരുടെ ജനറേഷനിൽ ഈ കോൺസ്റ്റിപ്പേഷന്റെ ഇഷ്യൂ അഥവാ മലബന്ധത്തിന്റെ ഇഷ്യൂ വളരെ കോമൺലി കാണാറുണ്ട് കേട്ടോ. അതാണ് ആദ്യത്തെ കാരണം. രണ്ടാമത്തെ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കഴിക്കുന്ന ഭക്ഷണ രീതിയിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളാണ്. നമുക്കറിയാം ഇപ്പോഴത്തെ കാലത്ത് ഒരുപാട് ജങ്ക് ഫുഡ്, ഫാസ്റ്റ് ഫുഡ് ഇതൊക്കെയാണ് എല്ലാവർക്കും പ്രിയം. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് നമുക്ക് കിട്ടുന്ന ഒരു ആരോഗ്യ പ്രശ്നമാണ് ഇതേപോലെയുള്ള മലബന്ധം കേട്ടോ. അപ്പം കാരണം ഫൈബർ ഇല്ലാത്ത ഭക്ഷണങ്ങളാണ് നമ്മുടെ ഇപ്പോഴത്തെ ലൈഫ് സ്റ്റൈലായിട്ട് നമ്മൾ കൊണ്ടുനടക്കുന്നത്. അതേപോലെ മൈദയുടെ ഉപയോഗം, വറുത്തതും പൊരിച്ചതും ബേക്കറി ഐറ്റംസ് ഇങ്ങനത്തെയൊക്കെ ഒട്ടും ഫൈബർ ഇല്ലാത്ത ഭക്ഷണമാണ്. അപ്പൊ അത് നമ്മൾ കഴിക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമുക്ക് മലബന്ധം ഉണ്ടാവാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് കേട്ടോ. പിന്നെ വരുന്നതാണ് പ്രഗ്നൻസിയുടെ പ്രശ്നങ്ങൾ. അതായത് നമുക്കറിയാം ഒരു പ്രഗ്നന്റ് ആയിട്ടുള്ള ഒരു വുമണിന് അല്ലെങ്കിൽ ഒരു സ്ത്രീക്ക് പ്രഗ്നൻസി സമയത്ത് അവർക്ക് നേരിടുന്ന ഒരു പ്രധാന പ്രശ്നമാണ് ഈ കോൺസ്റ്റിപ്പേഷൻ. കാരണം അവർ അയൺ ഗുളിക, കാൽസ്യം ഗുളിക ഇതൊക്കെ ഒരുപാട് എടുക്കുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി അവർക്ക് ഇങ്ങനത്തെ കോൺസ്റ്റിപ്പേഷൻ ഇഷ്യൂസ് വരാറുണ്ട് കേട്ടോ. അപ്പൊ അത് വളരെ കോമൺ ആണ്. അതൊരു ആരോഗ്യ പ്രശ്നം എന്ന നിലയിൽ പ്രശ്നം വരാറില്ല. കാരണം അത് ആ പ്രഗ്നൻസി അല്ലെങ്കിൽ ആ ഡെലിവറി കഴിയുമ്പോൾ ആ പ്രശ്നങ്ങളൊക്കെ സോൾവ് ആവാറുണ്ട് കേട്ടോ. വളരെ പൊതുവേ അത് സോൾവ് ആവാറുണ്ട്. പിന്നെ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുമ്പോൾ നിങ്ങൾ ഒരു വൈദ്യസഹായം അല്ലെങ്കിൽ ഇതേപോലത്തെ ഒറ്റമൂലികളൊക്കെ യൂസ് ചെയ്യേണ്ടത് ഏറ്റവും അത്യാവശ്യമാണ്. പിന്നെ വരുന്നതാണ് വെള്ളത്തിന്റെ ഡെഫിഷ്യൻസി. നമുക്കറിയാം വെള്ളം നമ്മുടെ ശരീരത്തിൽ എത്രത്തോളം ഇമ്പോർട്ടന്റ് ആണെന്ന്. അപ്പൊ നമ്മുടെ മലബന്ധത്തിനും പ്രശ്നം സൃഷ്ടിക്കാൻ വെള്ളത്തിന്റെ ഡെഫിഷ്യൻസി കൊണ്ട് കഴിയും. അപ്പൊ വെള്ളം നല്ല രീതിയിൽ, അതായത് നമ്മുടെ ഹൈറ്റിനും വെയിറ്റിനും അനുസരിച്ച് നമുക്ക് എത്ര വെള്ളം കുടിക്കണമെന്ന് നമുക്ക് എല്ലാവർക്കും കണ്ടുപിടിക്കാനുള്ള കാൽക്കുലേറ്റേഴ്സ് ഒക്കെ ഇപ്പൊ അവൈലബിൾ ആണ് ഗൂഗിളിൽ. അപ്പൊ അത് ചെക്ക് ചെയ്ത് നമ്മൾ കറക്റ്റ് എത്ര എമൗണ്ട് നമ്മൾ വെള്ളം കുടിക്കേണ്ടത് അത്യാവശ്യമാണ്. അത് കുടിക്കാത്ത സ്ഥിതിക്ക് നമുക്ക് ഇതേപോലത്തെ മലബന്ധം അതിന്റെ കൂടെ തന്നെ നമുക്ക് കിട്ടുന്ന രോഗമാണ് കേട്ടോ. അപ്പൊ അങ്ങനത്തെ കുറെ പ്രശ്നങ്ങളാണ്, കാരണങ്ങളാണ് വളരെ കോമൺ ആയിട്ട് ആൾക്കാരിൽ കണ്ടുവരുന്നത്. പിന്നെ ചില രോഗങ്ങളുടെ കാരണമായിട്ടും ഇതേപോലത്തെ മലബന്ധം വരാറുണ്ട് കേട്ടോ. ഇനി മലബന്ധത്തിന്റെ സിംറ്റംസ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ നമുക്ക് മാനസികമായിട്ടും ശാരീരികമായിട്ടും സ്ട്രെസ് ഉണ്ടാക്കുന്ന ഒരു സംഭവമാണ് കേട്ടോ മലബന്ധം. നമ്മൾ വിചാരിക്കും നമുക്ക് ശാരീരികമായിട്ടുള്ള പ്രശ്നങ്ങൾ, അതായത് നമുക്ക് പോവാത്തതിന്റെ ബുദ്ധിമുട്ട് മാത്രമേ ഉണ്ടാവുള്ളൂ. അങ്ങനെയല്ല, നമുക്ക് സ്ട്രെസ്സും അതില് വളരെ ഫാക്ടറാണ്, അതിലൊരു വലിയ ഫാക്ടറാണ് കേട്ടോ. അപ്പൊ സ്ട്രെസ് ഉണ്ടാവും. പിന്നെ അതേപോലെ തലവേദന വരും, നടുവേദന വരും. ചില പേഷ്യൻസ് നമ്മുടെ ക്ലിനിക്കിൽ നടുവേദനയായിട്ട് വന്നിട്ട് അവരുടെ ഹിസ്റ്ററി എടുക്കുന്ന സമയത്ത് ഇത്ര നാളായിട്ട് എനിക്ക് ഭയങ്കര കോൺസ്റ്റിപ്പേഷന്റെ ഇഷ്യൂ ഉണ്ടെന്ന് നമ്മുടെ അടുത്ത് തുറന്ന് പറയാറുണ്ട്. അപ്പൊ ഈ നടുവേദന ഇതിന്റെ കൂടെ തന്നെ വരുന്ന ഒരു അസുഖമാണ് ചില ആൾക്കാർക്ക്. അപ്പൊ കോൺസ്റ്റിപ്പേഷൻ ഉള്ളവർക്ക് നടുവേദന ഉണ്ടെങ്കിൽ കോൺസ്റ്റിപ്പേഷൻ മാറുന്നത് മൂലം അവരുടെ നടുവേദനയും ചില സമയങ്ങളിലൊക്കെ മാറിപ്പോകാറുണ്ട് കേട്ടോ. അപ്പം നടുവേദന ഒരു പ്രധാന കാരണമാണ്. അതുപോലെ വയറുവേദന, വയറിലെ ഹെവിനെസ്, ഒരു ഭാരം പോലെ തോന്നുക, അതേപോലെ ശരീരം മൊത്തം വേദന വരിക, പിന്നെ ഒരു കോൺസെൻട്രേഷൻ ഇല്ലായ്മ, ഒരുപാട് സ്ട്രെസ്, ടെൻഷൻ, പിന്നെ വേറെ രോഗങ്ങൾ വരുമെന്ന ചിന്ത, ഇതൊക്കെ ഇതിനെ ചുറ്റിപ്പറ്റി നമുക്ക് അലട്ടുന്ന കാര്യങ്ങളാണ് കേട്ടോ. ഇനി അതിന്റെ കൂട്ടത്തിൽ നമുക്ക് ഒറ്റമൂലികളെയും കുറിച്ച് പറയാം കേട്ടോ. ഒറ്റമൂലികൾ എന്ന് പറയുന്നത് നമുക്കറിയാലോ, വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ഒരു നല്ലൊരു റിസൾട്ട് കൊണ്ടുവരുത്താൻ പറ്റുന്ന കാര്യങ്ങളാണ്. അപ്പം ആദ്യം തന്നെ നമുക്ക് ചില മെഡിസിനുകളെ പരിചയപ്പെടുത്താം. അപ്പം ഇതിൽ വന്നിട്ട് ഞാൻ ഒറ്റമൂലികളിലേക്ക് കിടക്കാം. അപ്പം മെഡിസിൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഫസ്റ്റ് തന്നെ അഭയാരിഷ്ടമാണ് കേട്ടോ. അഭയാരിഷ്ടം വളരെ നല്ല മെഡിസിൻ ആണ്. വയറ്റിൽ നിന്ന് പോവാത്ത എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും ഈ അഭയാരിഷ്ടം കൊണ്ട് ഒരു പരിധി വരെ നമുക്ക് നല്ല മാറ്റം വരുത്താനായിട്ട് പറ്റാറുണ്ട്. പിന്നെ അതേപോലെ വരുന്ന ഒരു മെഡിസിൻ ആണ് ത്രിഫല ചൂർണം എന്ന് പറയുന്നത്. ത്രിഫല ചൂർണം, അതുപോലെ അവിപത്തി ചൂർണം, പിന്നെ അതേപോലെ വരുന്ന ഒരു മെഡിസിൻ ആണ് കഷായമാണ്, ചിരുവിൽവാതി കഷായം. ഇതൊക്കെ വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള മെഡിസിൻ ആണ്. പിന്നെ അവിപത്തി ചൂർണ്ണമൊക്കെ നമുക്ക് വയറ്റിൽ നിന്ന് പോകാത്തവർക്ക് നിത്യവിരേചനം, അതായത് എന്നും നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന പട്ടികയിലൊക്കെ പെടുന്ന മെഡിസിൻ ആണ് കേട്ടോ. നമുക്ക് നിർത്താതെ വയറ്റിൽ നിന്ന് പോകാത്തവർക്ക് കൊടുക്കാവുന്നതാണ്. പിന്നെ വരുന്നതാണ് പ്രഗ്നൻസി പീരീഡിലൊക്കെ വരുന്ന പ്രശ്നങ്ങൾക്ക് നമുക്ക്, അതായത് അവർക്ക് ആ സമയത്താണ് അവർക്ക് ഇതേപോലത്തെ ബുദ്ധിമുട്ടുകൾ, അതായത് വയറ്റിൽ നിന്ന് പോകാത്ത ബുദ്ധിമുട്ടുകളൊക്കെ വരുന്നെങ്കിൽ സുകുമാരഘൃതം ഒരുപാട് നമ്മൾ അഡ്വൈസ് ചെയ്യാറുണ്ട് കേട്ടോ കഴിക്കാനായിട്ട്. അപ്പൊ സുകുമാരഘൃതത്തില് നമ്മൾ എങ്ങനെയാണ് കഴിക്കേണ്ടതെന്ന് വെച്ചാൽ അതൊരു പാലിലോ അല്ലെങ്കിൽ ചെറു ചൂടുവെള്ളത്തിലോ 1 ടീസ്പൂൺ ചാലിച്ചിട്ടാണ് നമ്മൾ സുകുമാരഘൃതം എടുക്കേണ്ടത്. അത് വളരെ നല്ലതാണ്. ഒരുപാട് എല്ലാ ഗർഭിണികളും കഴിക്കുന്ന ഒരു മരുന്നാണ് കേട്ടോ സുകുമാരഘൃതം. വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു മെഡിസിനും കൂടിയാണ്.
പിന്നെ പൈൽസ്, ഹിസ്റ്റുല, അങ്ങനെ അതിന്റെയൊക്കെ ഭാഗമായിട്ടും ഇതേപോലത്തെ പ്രശ്നങ്ങൾ വരാറുണ്ട്. അപ്പൊ ചിരുവിൽവാദി കഷായം ഞാൻ നേരത്തെ പറഞ്ഞ കഷായം അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതൊരു 15 ml ഒക്കെ കഴിക്കുന്നത്, അതൊരു 50 ml വെള്ളത്തിൽ ചെറു ചൂടുവെള്ളം ഇതിൽ ചാലിച്ച് അല്ലെങ്കിൽ മിക്സ് ചെയ്ത് കഴിക്കുന്നത് വളരെ നല്ലതാണ് കേട്ടോ. അപ്പൊ അതൊക്കെ ഇങ്ങനത്തെ പ്രശ്നങ്ങൾ, ഈ മലബന്ധത്തിന് റിലേറ്റഡ് ആയിട്ടുള്ള പ്രശ്നങ്ങളിൽ നിന്ന് മാറാൻ സഹായിക്കും. ഇനി ഒരു ഒറ്റമൂലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് എപ്പോഴും ഓർമ്മയിൽ വരുന്ന ഒരു സംഭവം എന്ന് പറയുന്നത് ത്രിഫല ചൂർണം തന്നെയാണ് കേട്ടോ. നമ്മൾ പല കാര്യങ്ങളിലും ഈ ത്രിഫല ചൂർണം യൂസ് ചെയ്യുന്നുണ്ടല്ലോ. നമ്മുടെ മുടിയിൽ എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും അല്ലെങ്കിൽ ഫേസിലത്തെ പ്രശ്നങ്ങൾക്കൊക്കെ നമ്മൾ ത്രിഫല ചൂർണം, അപ്പൊ അതുപോലെ തന്നെയാണ് മലബന്ധത്തിന്റെ പ്രശ്നത്തിനും ത്രിഫല ചൂർണം വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു മെഡിസിൻ ആണ്. ഞാൻ പറയുകയാണെങ്കിൽ എല്ലാവരുടെ വീട്ടിലും ഒരു ത്രിഫല ചൂർണത്തിന്റെ ഒരു ചെറിയ ബോട്ടിൽ മേടിക്കുന്നത് ഏറ്റവും നല്ലതാണ്. പല കാര്യങ്ങൾക്കും നമുക്ക് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമാണ് കേട്ടോ, മെഡിസിൻ ആണ്. അപ്പൊ ഈ ത്രിഫല ചൂർണം നമ്മൾ ചെയ്യേണ്ടത്, നമ്മൾ അതിൽ 1 ടീസ്പൂൺ എടുത്ത് ചെറു ചൂടുവെള്ളത്തിൽ കലക്കി, അതായത് ചെറിയ ചൂട് വേണം, എന്നിട്ട് കലക്കി നമ്മൾ ഒന്നില്ലെങ്കിൽ രാത്രി നമ്മൾ കിടക്കുന്ന സമയത്ത് കുടിക്കുക, അല്ലെങ്കിൽ നമ്മൾ ഒരു എംപ്റ്റി സ്റ്റൊമക്കിൽ തന്നെ രാവിലെ തന്നെ കുടിക്കുന്നത് ഏറ്റവും നല്ലതാണ് കേട്ടോ. അപ്പൊ നമുക്കൊരു അരമണിക്കൂർ 1 മണിക്കൂർ കൊണ്ട് തന്നെ ആ ഒരു ഫീലിംഗ് പോകാനുള്ള, വയറ്റിൽ നിന്ന് പോകാനുള്ള ഒരു ഫീലിംഗ് ഒക്കെ വരാൻ സാധ്യതയുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ആ സമയത്ത് കുടിക്കാൻ ശ്രമിക്കുക, അല്ലെങ്കിൽ പിന്നെ രാത്രി കിടക്കുന്ന സമയത്ത് അത് സേവിക്കാൻ ശ്രമിക്കുക. ഇത് പലരും വളരെ റുട്ടീൻ ആയിട്ട് കൊണ്ടുപോകാറുണ്ട്. പക്ഷെ എല്ലാം നമ്മളോട് ഒരു വൈദ്യനെ സമീപിച്ചതിന് ശേഷം, വൈദ്യന് മാത്രമാണ് നിങ്ങൾക്ക് ഏതാണ് കൂടുതൽ ചേരുന്നത്, പിന്നെ ഇതിന്റെ ക്വാണ്ടിറ്റി എല്ലാം വൈദ്യന് മാത്രമാണ് നിർദ്ദേശിക്കാൻ പറ്റുള്ളൂ. അപ്പൊ എല്ലാവരും സ്വയം ചികിത്സ ചെയ്യാതെ ഒരു വൈദ്യനെ സമീപിച്ച, അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ ക്ലിനിക്കിൽ ഓൺലൈൻ കൺസൾട്ടേഷൻ സൗകര്യമുണ്ട്. നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ എങ്ങനെയാണ് നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നമുക്ക് കൺസൾട്ടേഷൻ വളരെ ചെറിയ ചെലവിൽ, അതായത് 250 രൂപയിൽ നമുക്ക് ചെയ്യാൻ പറ്റും. ആർക്കെങ്കിലൊക്കെ താല്പര്യം ഉണ്ടെങ്കിൽ നമ്മളെ കോൺടാക്ട് ചെയ്യുക, വാട്സാപ്പിൽ മെസ്സേജ് ചെയ്യുക കേട്ടോ. അപ്പം അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ അടുത്തുള്ള ഏതെങ്കിലും ഒരു ആയുർവേദ ഡോക്ടറെ കാണാം, എന്നിട്ട് അതിൽ നിന്ന് ചികിത്സ അവരോട് ചോദിച്ചിട്ട് മാത്രം ഈ മെഡിസിനൊക്കെ ട്രൈ ചെയ്യുക കേട്ടോ. അപ്പം അത്രയേ ഉള്ളൂ ഇന്നത്തെ എപ്പിസോഡ്. എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന്. കാരണം മലബന്ധം സഹിക്കുന്ന ഒരുപാട് പേരുണ്ട്, അല്ലെങ്കിൽ അത് അനുഭവിക്കുന്ന ഒരുപാട് വ്യക്തികൾക്ക് അതിന്റെ വിഷമതകൾ നല്ല രീതിയിൽ മനസ്സിലാവും. പിന്നെ ഇത് ചികിത്സിക്കാതിരിക്കരുത്. മലബന്ധം ചികിത്സിക്കാതിരുന്നാൽ അത് പിന്നീട് ഇൻഡസ്റ്റൈനൽ ഒബ്സ്ട്രക്ഷൻ, ഇൻഡസ്റ്റൈനൽ ക്യാൻസർ എന്ന് വേണ്ട പല വിധത്തിലുള്ള സ്ട്രെസ്, ഇതൊക്കെ ഇതിന് കാരണമാകാം. അല്ലെങ്കിൽ ഉറക്കമില്ലായ്മ, ഇൻസോമിനിയ കണ്ടീഷൻസ്, ഇതിനൊക്കെ ഇത് കാരണമായേക്കാം. അപ്പൊ എല്ലാവരും ഇങ്ങനത്തെ വയറ്റിൽ നിന്ന് പോവാത്ത കണ്ടീഷൻസ് അല്ലെങ്കിൽ കോൺസ്റ്റിപ്പേഷൻ ഉണ്ടെങ്കിൽ എന്തായാലും നിങ്ങൾ ചികിത്സിക്കണം കേട്ടോ. അപ്പൊ അത്രയേ ഉള്ളൂ. ബൈ. അപ്പോൾ എല്ലാവരും സന്തോഷമായിട്ടിരിക്കുക. സ്റ്റേ ഹാപ്പി ആൻഡ് സ്റ്റേ ഹെൽത്തി.